ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കോടതിയിലാണ് കാണുന്നത്. അപ്പൊ എന്താ പറയാ, ബാങ്ക് ആവശ്യപ്പെട്ട ജാമ്യത്തുക എന്റെ കക്ഷി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതനുസരിച്ച് അപ്പൊ പ്രോസിക്യൂഷൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് യുവർ ഓണർ, ജാമ്യത്തുക കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗൗരിയെ വിസ്തരിക്കാനുള്ള പെർമിഷൻ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരി നേരെ എഴുന്നേറ്റ് നമ്മുടെ പ്രതികൂടന്റെ അവിടേക്ക് നേരെ നടന്നു വരികയാണ് കേട്ടോ. അപ്പൊ നടന്നു വരുന്നു. ഗൗരി വന്നിട്ട് സത്യം മാത്രമേ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അപ്പൊ കോടതിയില് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങള് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൗരി ആകെ പേടിച്ചു പോയി, ഇനി എന്താ ചോദിക്കുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ ഗൗരിയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ പണത്തിന്റെ സോഴ്സ്, അതായത് ഗൗരിയുടെ കയ്യിലേക്ക് ഈ പണം വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഗൗരി കോടതിയിൽ ഹാജരാക്കി ആ 1 കോടി രൂപ ഗൗരിക്ക് ആരാണ് നൽകിയത് എന്ന് ചോദിച്ചു. അപ്പൊ ശങ്കർ ആകെ പെട്ടു എന്ന് മനസ്സിലായി. ശങ്കർ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പൊ അത് എന്ന് പറഞ്ഞു. എന്തേ, ഞാൻ വക്കീൽ എഴുന്നേറ്റ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും ഒബ്ജക്ഷൻ ഓവർ റൂൾ എന്ന് പറഞ്ഞ് ജഡ്ജി അവിടെ ഇരുത്തുകയാണ്. ഗൗരിക്ക് എന്റെ ചോദ്യം മനസ്സിലായില്ലേ? ഈ പണം ഗൗരിക്ക് ആരാണ് നൽകിയത്? ഈ പണത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം അതെവിടുന്നാണ്? ആരുടെ കയ്യിൽ നിന്നാണ് ഈ 1 കോടി രൂപ ഗൗരിയുടെ കയ്യിലേക്ക് എത്തിയത്? എന്താ ഗൗരി ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരിക്ക് ഉത്തരവൊന്നുമില്ല. അപ്പൊ ശങ്കർ വേഗം എഴുന്നേറ്റിട്ട്, ബഹുമാനപ്പെട്ട കോടതി, ഒരു കാര്യം പറയാനുണ്ട്. സൈലൻസ് എന്ന് പറഞ്ഞ ശങ്കറിനെ അവിടെ ഇരുത്തി. അപ്പൊ ശങ്കർ പറയാനായിട്ട് ചാടി എഴുന്നേറ്റതാണ്. ഈ പണം എവിടെയാ കിട്ടുന്നതെന്ന് ഗൗരിക്ക് അറിയില്ല. പിന്നെ അവളോട് ചോദിച്ചാ അവൾ എങ്ങനെ പറയാനാ എന്ന് ചോദിച്ചാൽ ശങ്കർ ഇങ്ങനെ ചൂടാകാണ്. അപ്പൊ സൈലൻസ് എന്ന് പറഞ്ഞു. കോടതിയിൽ മുന്നില് ഇങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോ ഈ പണത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ഗൗരി പറയില്ല. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആ 1 കോടി രൂപയുടെ സോഴ്സ് കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് 1 ദിവസത്തെ സമയം അനുവദിച്ചു തരണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, ഈ സ്ത്രീയെ ഉടനടി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? ഗൗരി അറസ്റ്റ് ചെയ്യാനോ എന്ന് ഓർമ്മട്ടില്ല. അപ്പൊ വേഗം തന്നെ എന്താണ് കാര്യം എന്ന് പ്രോസിക്യൂട്ടർ പറയുകയാണ് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് പറഞ്ഞ കുറച്ച് പേപ്പർ എടുത്തു. നിങ്ങൾ എന്ത് തോന്നിയ ദിവസമൊക്കെ വിളിച്ചു പറയണത്? എന്റെ ഗൗരി അറസ്റ്റ് ചെയ്യോ? എന്തിന്? നിങ്ങളോടല്ലേ മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞത്? ഇത് കോടതിയാണ്, അത് മറന്നു പോവരുത്. ശങ്കരെ എന്ന് വിളിച്ച് ശ്യാമും അവിടെ ഇരുത്തുകയാണ് കേട്ടോ. കോടതി നടപടികളുടെ ഇടയ്ക്കാണ് ഈ ശങ്കർ ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ എല്ലാവരും ആകാംക്ഷയിലായി പോയി. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പൊ പണം അടച്ച ആള് പ്രതിയായി മാറിയിരിക്കുകയാണ്. യുവർ ഓണർ, കോടതിയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ആ 1 കോടി രൂപ വെരിഫൈ ചെയ്തതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെട്ടു യുവർ ഓണർ. അത് ഫുൾ, അതായത് 1 കോടി രൂപയും അത് കള്ള നോട്ടുകളാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഗൗരി ആകെ ഷോക്കായി പോയി. ഇതെന്താ സംഭവിക്കുന്നത് എന്നറിയാതെ ശങ്കറും കണ്ണു തള്ളിപ്പോയി. അപ്പൊ ചാരകാട്ട മഹാദേവൻ കൊടുത്തതാണ്. പക്ഷേങ്കില് ശങ്കരനായിട്ടല്ല കൊടുത്തത്. ധ്രുവന് നമ്മുടെ തമ്പിക്ക് പണി കൊടുക്കാൻ കൊടുത്തത്. പക്ഷെ ശങ്കറിന്റെ കയ്യിലെത്തി. ശങ്കർ വാങ്ങിച്ചു കെട്ടുകയാണ്. ആ നോട്ടുകൾ വ്യാജമാണ് എന്നതിനുള്ള തെളിവുകളാണ് യുവർ ഓണർ എന്ന് പറഞ്ഞ് എല്ലാ തെളിവുകളും കോടതി മുൻപാകെ തന്നെ ഹാജരാക്കുകയാണ്. പ്രോസിക്യൂഷൻ നൽകിയ എന്താ പറയാ, വ്യാജ നോട്ടുകൾ നൽകി കോടതിയെ വഞ്ചിക്കാൻ ശ്രമിച്ച ഗൗരി ശങ്കറിനെ ഈ കോടതി CC ബാർ 2024 പ്രകാരം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെക്കാൻ ഇതായ കോടതി ഉത്തരവിടുന്നു എന്ന് കോടതി ഉത്തരവ് വന്നു കേട്ടോ. ഇതോടെ കേട്ടപ്പോ ശങ്കറിന്റെ അവസ്ഥ പറയണ്ട, എല്ലാവരും സ്റ്റക്കായി പോയി. അപ്പൊ രക്ഷിക്കാൻ വന്ന ആള് പ്രതിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഹരണിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത്. അപ്പൊ ഗൗരി വേഗം തന്നെ തല കറങ്ങി നിലത്ത് വീഴുകയാണ്. അപ്പൊ ഗൗരി എന്ന് ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ശങ്കറും ആ പുറകിന് വേണിയും നന്ദിനിയമ്മയും ശ്യാമും എല്ലാവരും വന്നു. അയ്യോ ഗൗരി മോളെ എന്ന് വിളിച്ചു. അപ്പൊ വേഗം എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ശങ്കറും വേണിയും പിന്നെ നന്ദിനിയമ്മയും ശ്യാമും ഒക്കെ ഉണ്ട്.
അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ശങ്കറിന് ഒരു സമാധാനവും ഇല്ല. ശങ്കർ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു അറിവും ഇല്ല കേട്ടോ. അപ്പൊ ശങ്കർ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ജനലിലൂടെ ഗൗരിയെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് കയറാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഗൗരിയെ ഇങ്ങനെ ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല, പോലീസ് കാവലും ഉണ്ട്. അപ്പൊ ശങ്കർ അകത്ത് കയറാൻ തുടങ്ങിയപ്പോ എന്താ എന്ന് ചോദിച്ചു. ഞാനേ വേറൊന്നിനുമല്ല, ഞാൻ ഗൗരിയുടെ അടുത്ത് ഒന്ന് പോയിരുന്നോട്ടെ. അതെ, അകത്ത് കിടക്കുന്ന കുട്ടി പ്രതിയാണ്. അകത്ത് കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഒരാളെയും അടിക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് അടുത്ത് എന്തെങ്കിലും ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലാതെ മറ്റാരെയും പെർമിഷൻ അനുവദിച്ചു തരാൻ പറ്റുന്നതല്ല. എന്റെ ഗൗരി കുറ്റവാളി അല്ല കേട്ടോ. എനിക്ക് എന്റെ ഗൗരിയുടെ അടുത്തിരുന്നാ മതി. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും, എന്നെ തടയാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. കൂടെയുള്ള ആരെങ്കിലും ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നെ ഒന്നും ആരും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നോക്കണ്ട. എനിക്ക് എന്റെ ഗൗരിയുടെ അടുത്ത് വരുത്താൻ മാത്രം മതി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടാകാൻ പോണത് എന്ന് ചോദിച്ചു. ശങ്കറെ, എന്റെ മോൾ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക. എന്റെ ഏട്ടോ ഒന്ന് അടങ്ങിയിരിക്കെ എന്ന് പറഞ്ഞ വേണിയും ചെന്നു. ഇവിടെ കഴിയുന്ന ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ? വേണിമോളെ, എന്റെ ഗൗരി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് നന്ദിനിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത് ആരാ? നീ അല്ലേ എന്ന് ചോദിച്ചു. നന്ദിനിയമ്മേ, നിനക്ക് എന്തെങ്കിലും ബോധം ഉണ്ടായിരുന്നു എങ്കിൽ നീ ഈ പണി ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു. നീ എന്ത് മണ്ടത്തര കാണിച്ചത് നന്ദിനിയമ്മേ? അത് കള്ളനോട്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. അറിയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നോ? നന്ദിനി, അറിഞ്ഞുകൊണ്ട് ശങ്കർ ഇങ്ങനെ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ശ്യാമ. അപ്പൊ ശ്യാമിന് കാര്യമൊക്കെ മനസ്സിലായി. ഇവന് ആ പണം കൊടുത്ത് ആരാന്ന് പറയട്ടെ, എന്നാല് ആ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോ നമ്മുടെ മോള് രക്ഷപ്പെടുകയും ചെയ്യും. ഇവൻ എന്താ മിണ്ടാത്തത്? ശങ്കറെ, നിനക്ക് ആ പണം തന്നത് ആരാ? പറയട്ടാ എന്ന് പറഞ്ഞു വേണി. അതെ മോനെ, നീ ആ പണം എവിടുന്ന് കിട്ടിയതാ നിനക്ക്? ആരാ നിനക്കത് തന്നത് എന്ന് ശ്യാമം ചോദിക്കുകയാണ്. ഏട്ടാ ഒന്ന് പറ, ഏട്ടൻ ആ കാശ് എവിടുന്നാ കിട്ടിയത് എന്നിവര് മാറി മാറി ചോദിക്കുകയാണ് കേട്ടോ. വേണിമോളെ, അത് പിന്നെ ശങ്കറെ, നിനക്ക് ആ പണം ആര് തന്നതാണെങ്കിലും അയാള് നിന്നെ എന്റെ മോളെയും ആ ചതിക്ക് കൂട്ടുനിന്നവരാണ്. നമ്മളെ ഈ ചതി ചെയ്തവരോട് പേര് പറയാൻ നീ എന്തിനാ മോനെ മടുക്കുന്നത്? അതെ ശംസാറെ, സത്യത്തില് നീ ആരെയാ ശങ്കരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു. ഏട്ടനെ സഹായിച്ച ആ ആളുണ്ടല്ലോ, ആ ആള് ഏട്ടനെ ശരിക്കും പണി തന്നതാ. ഏട്ടനെ ചതിച്ചതാ. ഏട്ടൻ ആദ്യം അതൊന്നും മനസ്സിലാക്ക. ഇത് മനസ്സിലായില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു. നിനക്ക് എവിടുന്ന ഈ പണം കിട്ടിയത്? നീ മോഷ്ടിച്ചതാണോ എന്ന് നന്ദിനിയമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. മോഷ്ടിക്കോ? എന്റെ ഏട്ടൻ മോഷ്ടിക്കേ? എന്താ നന്ദിനിയമ്മ ഈ പറയണത് എന്ന് ചോദിച്ചോ. നന്ദിനിയമ്മേ, എന്റെ ഏട്ടനുണ്ടല്ലോ ആരുടെയും 1 രൂപ പോലും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഉണ്ടല്ലോ എനിക്കത് സഹിക്കാൻ വരണില്ല. അപ്പൊ വേണി കെട്ടിപ്പിടിച്ചറിയാ ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്തോ ഒരു തിരുമറി കാണിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേങ്കില് ആ തിരുമറിയില് ഏട്ടൻ പെട്ടുപോയതാ. അതെങ്ങനെയാവുമെന്ന് ഏട്ടൻ ഒരിക്കലും വിചാരിച്ച് കാണില്ല. വേണി, ഇവൻ പറയുന്നതൊക്കെ കോടതി വിശ്വസിക്കുവോ? നീ പറയ, എന്താ നീ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. ജാമ്യം ഇല്ലാത്ത കുറ്റവാ ഇപ്പൊ ഗൗരിയെ കൊണ്ട് ഇവൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദർശിനെ രക്ഷിക്കാൻ നീ ഇവന്റെ സഹായം ചോദിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. നന്ദിനിയമ്മ എന്തീ പറയണത് എന്ന് ചോദിച്ചോ. ഇപ്പൊ എന്റെ 2 മക്കളും ജയിലിലായില്ലേ എന്ന് ചോദിച്ച് ആടെ പടലം വീണിങ്ങനെ നിൽക്കുകയാണ്. നന്ദിനിയമ്മേ, ഇതൊന്നും എന്റെ കയ്യിൽ മറുപടി ഇല്ല നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. ഞാൻ ചതിക്കപ്പെട്ടു പോയി, ഞാൻ തോറ്റുപോയി നന്ദിനിയമ്മേ എന്ന് പറഞ്ഞ ശങ്കർ എന്ന് കരയാണ്. തല ഉയർത്തി നെഞ്ചും മരിച്ചു നിന്ന ആ ശങ്കറുണ്ടല്ലോ, എന്തിനാ എന്റെ വടക്കുനാഥരാ എന്നെ ഇത്രയും സങ്കടത്തിലാക്കിയത്? എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ വടക്കുനാഥ. നിന്നെ ആയിരുന്നില്ലേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഓർത്ത് എന്നിട്ട് ശങ്കർ അപ്പുറത്തിങ്ങനെ മാറിയിരുന്ന സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, വേണി ആശ്വസിപ്പിച്ച് ഏട്ടൻ തോറ്റുപോയി മോളെ, ഏട്ടൻ തോറ്റുപോയി, ഏട്ടൻ ഈ പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞാണ് കരയണത്. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ഡോക്ടറെയാണ്. അപ്പൊ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഈ ഗൗരിയുടെ കൂടെയുള്ള റിലേറ്റീവ്സ് ആരാ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ശങ്കറും നമ്മുടെ വേണിയും എല്ലാവരും കൂടെ ഓടി ചെല്ലുകയാണ്. ഡോക്ടറെ, ഗൗരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, സ്ട്രെസ്സിന്റെയാ, അതാണ് ബോധം കെട്ടി വീണത്. പിന്നെ ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ ഷീ ഈസ് പ്രഗ്നന്റ്.
ഇത് ഇവർക്ക് ഇടുത്തി വെട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. വല്ലാത്തൊരു ഷോക്കായി പോയി. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു ശങ്കരൻ. ആ കുട്ടി ഗർഭിണിയാണ് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇതോടെ കേട്ടപ്പോ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ആകെ വല്ലാത്ത അവസ്ഥയിലായി. ഇനി ആ കുട്ടിയുടെ ഹെൽത്ത് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈശ്വര എന്ന് പറഞ്ഞ നന്ദിനി അമ്മ ചങ്ങത്ത് കൈവച്ച് അവിടെ ഇരുന്ന് പോയിട്ടോ. വാ പൊളിച്ചിട്ട് പിന്നെ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇതായി പോയി. അപ്പൊ ഡോക്ടറോട് ചോദിക്കാണ്, ഡോക്ടറെ ഞാൻ എന്നെ ഗൗരി ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അത് പറ്റില്ല, എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ പെർമിഷൻ തരാൻ പറ്റില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഒരു പ്രതിയാണ്. അവരെ ഇനി കാണണമെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ വെച്ച് മാത്രമേ ആ പ്രതിയോട് സംസാരിക്കാൻ പറ്റൂ. ഹോസ്പിറ്റലിൽ അത് നടക്കില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പൊ ശങ്കർ വേറെ വഴക്കുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ശങ്കർ ആകെ ഇതായിട്ട് അപ്പുറത്ത് മാറി ഇങ്ങനെ പതുങ്ങിയിരിക്കാണ് വേണ്ടി ചേർന്ന് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ ചാഞ്ഞ് തളർന്നു കുത്തി ഇങ്ങനെ ശങ്കർ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഗൗരിയെയും ഇറക്കിക്കൊണ്ട് പോലീസുകാർ വരുന്നത് ജയിലിലേക്ക് കൊണ്ടുപോവാൻ. അപ്പൊ ഗൗരിയുടെ കയ്യില് വിലങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതോടെ കണ്ടപ്പോഴത്തേനും ശങ്കറിന്റെ സകല സമനിലയും തെറ്റി എന്നുള്ളത് മറ്റൊരു സത്യം. ശങ്കർ വേഗം എഴുന്നേറ്റിട്ട്, അതെ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗൗരിയുടെ കയ്യിൽ പണം കൊടുത്തത് ഞാനാ. ഗൗരിയുടെ കയ്യിലെ ബലം കഴിക്ക എന്റെ കയ്യിൽ ഗൗരിയുടെ കയ്യിലെ ബലം കഴിക്കാനാ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കേൾക്കണില്ലേ? ഏട്ടാ എന്തായി പറയണത്? ഇയാൾ എന്ത് ഭ്രാന്ത കാണിക്കുന്നത്? ആരെങ്കിലും ഇയാളെ പറഞ്ഞത് മനസ്സിലാക്ക. ദേ ഒരാളും എന്നോട് പറയണ്ട, എന്റെ ഗൗരിയെ വിലം കിട്ടുകൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശങ്കർ ഭയങ്കര ഒച്ചപ്പാടും ബഹലവും. അപ്പൊ വേഗം തന്നെ അഴിക്കങ്ങോട്ട് എന്ന് പറഞ്ഞു. ഏട്ടാ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ എന്താ പറയാ ഈ ഗ്ലൂക്കോസിന്റെ ഇടുന്ന സ്റ്റാൻഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേഗം തന്നെ ആ സ്റ്റാൻഡ് എടുത്തിട്ട്, അതെ വേലം കഴിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞോണ്ട ശങ്കരെ വേണ്ട എന്ന് ശ്യാം സാറ് പറഞ്ഞു. വേണ്ട, ആരും എന്റെ അടുത്തേക്ക് വരണ്ട, ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല, വേലം കഴിക്കാനാ പറഞ്ഞത്. അപ്പൊ ഗൗരി ശങ്കർ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനിപ്പോ ഒരു കുറ്റവാളിയാ ശങ്കർ എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കറിന്റെ കയ്യിലിരുന്നത്, എന്നെ വിലങ്ങ് വെച്ച് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശങ്കർ, കോടതി വിധിയാണത് എന്നോടെ ഗൗരി പറഞ്ഞു. അതോടെ ശങ്കറിന്റെ കയ്യിലിരുന്ന ഇതൊക്കെ താഴെയിട്ട് ശങ്കർ സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു കേട്ടോ. എന്ത് പറയാനാണ്, ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ശങ്കർ വേഗം ഗൗരി എടുത്തു വന്നിട്ട്, ഗൗരി മോളെ എന്ന് വിളിച്ച് ശ്യാമും നന്ദിനി അമ്മയും ഒക്കെ ഇങ്ങനെ ചുറ്റിനും നിൽക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേങ്കിൽ ഗൗരിയുടെ അവസ്ഥ ഓർത്തിട്ട്, ഗൗരി എനിക്ക് അറിയില്ലായിരുന്നു ഗൗരി, എനിക്ക് പറ്റിപ്പോയി തെറ്റ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, എന്നെ ചതിച്ചതാ, എനിക്കറിയില്ലായിരുന്നു, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് ഗൗരി എന്ന് പറഞ്ഞ ശങ്കർ, എന്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ മാത്ര ശങ്കറെ, ഇപ്പൊ നീ എന്തിനാ കരയുന്നത് എന്നുള്ള രീതിയിൽ നന്ദിനി അമ്മയെ സംസാരിച്ചു കേട്ടോ. എന്നിട്ട് അവസാനം പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കറിന് ആകെ ഷോക്കായി പോയി. അപ്പൊ വിലം കഴിക്കാന്നൊക്കെ പറഞ്ഞ വല്ലാത്ത ഷോക്ക് വെച്ചുവെങ്കിലും ആളാകെ തകർന്നു പോയിട്ടോ. എന്നിട്ട് ഗൗരിയും കൂട്ടി പോലീസുകാര് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ശങ്കർ അടിച്ചു തല്ലി വീണതുപോലെ നിലത്തിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ശങ്കറിന്റെ അവസ്ഥ അത്രയും പരിതാപകരമായി പോയി. അപ്പൊ ഗൗരിനെ നേരെ അവര് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആണ് ആദർശിനെയാണ്. അപ്പൊ ആദർശിനെ തിരിച്ച് ആ ജയിലിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പൊ തന്നെ നമ്മുടെ അജിത്തും ജോജുവും ജയിലുണ്ട് കേട്ടോ. എന്തുട്ടാ പറ്റി അളിയൻസെ, ഇന്ന് ജാമ്യം കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. കോടതിയിൽ കെട്ടിക്കാനുള്ള പണം കൊടുക്കുമെന്നും അളിയൻസിനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ അടക്കുമെന്നും ശങ്കർ ഭായ് പറഞ്ഞതായിരുന്നല്ലോ. ജാമ്യം കൊടുക്കാതിരിക്കാൻ ആ ബാങ്കുകാര് വീണ്ടും എന്തെങ്കിലും ഉടായ്പ പണിയൊപ്പിച്ചു കാണും. വിഷമിക്കണ്ട, എത്ര ദിവസം അളിയൻസിനെ അവർ ജയിലിൽ പിടിച്ചിടാൻ പറ്റും. എങ്ങനെയായാലും അളിയൻസിനെ രക്ഷിക്കുമെന്ന് വാക്കുന്നത് നമ്മുടെ ശങ്കർ ഭായി ആണ്. ശങ്കർ ഭായി പറഞ്ഞ അത് ഉറപ്പായിട്ട് പുറത്തു വരും. ശങ്കർ ഭായി രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ജയിലിൽ അളിയൻസിന് ഇനി ഒരുത്തരും തൊടില്ല കേട്ടോ. എന്താന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ അജിത്തൂടെ വന്നില്ലേ, ധൈര്യമായിട്ടിരുന്നു. നമ്മുടെ ടീം പക്ക സ്ട്രോങ് ആട്ടോ. ചെറിയൊരു കേസുണ്ടാക്കി ഞാനിങ്ങോട്ട് പോന്നു കേട്ടോ. പാടില്ലായിരുന്നു, വേണ്ടായിരുന്നു അത് എന്ന് അപ്പ പറഞ്ഞു. അജിത്തിന്റെ തീരുമാനം വളരെ തെറ്റായി പോയി എന്ന് പറഞ്ഞ ആദർശം. ശങ്കർ എങ്ങനെ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അജിത്തെങ്കിലും ശങ്കറിനൊപ്പം അവിടെ വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ആശ്വസിപ്പിക്കാനെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് ശങ്കർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സമയമായിരിക്കും ഇത് എന്ന് പറഞ്ഞു. എന്താ അളിയൻസ് എന്തൊക്കെയാ പറയുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല കേട്ടോ. കാര്യങ്ങളൊന്നും ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ സംഭവിച്ചത് എന്നറിയത്തില്ലാതെ. അളിയൻസെ എന്തോ ഒരു കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ശങ്കർ ഭായിക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദർശ് ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെയാ?
എന്താ കാര്യം എന്ന് വെച്ചാൽ തുറത്ത് പറ എന്ന് പറഞ്ഞു. ഒന്ന് പറയണ്ട അളിയൻസേ, എന്താ പറ്റിയത്, നമ്മുടെ ശങ്കർ ഭായിക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഇന്ന് കോടതിയില് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. എന്താ, ഈ ലോകത്ത് വെച്ച് ശങ്കറിന് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ട ദിവസമെന്ന്. ശങ്കറിന് മാത്രല്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ 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 പെങ്ങളുടെ കൈകളില് വിലം കണിയിക്കുന്നത് കാണേണ്ടി വന്ന ആ നശിച്ച ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, എന്താ ഇപ്പൊ അലിയൻസ് പറഞ്ഞത്, ഏട്ടത്തിയമ്മയുടെ കൈകളിലോ എന്ന് ചോദിച്ചു. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ആദർശ് ഇവരോട് പറയുകയാണ്. എന്റെ ഈശ്വര, ഇത് ശങ്കർ ഭായി എങ്ങനെ സഹിക്കും, നമ്മുടെ കാര്യം കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഇനി ശങ്കർ ഭായി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അയ്യോ എന്റെ ശങ്കർ ഭായി എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ അലമുറയിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.